തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ്. ഒന്ന് കിളിമാനൂർ പട്ടയവും രണ്ടാമത്തെ തിരുവല്ല പട്ടയവും. അപ്പോൾ 8 യോഗം എന്നത് 8 നമ്പൂതിരിമാരും അല്ലെങ്കിൽ 8 ബ്രാഹ്മണരും അര എന്ന് പറയുന്നത് രാജാവിനും എന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഷ്യമുള്ളത് 8 നമ്പൂതിരിമാരും അല്ലെങ്കിൽ 8 ബ്രാഹ്മണരും ഒരു നായരുമാണ് അതിനകത്തുള്ളത്. നായരുടെ അവകാശം പകുതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അര ആയിട്ടാണ് കൂട്ടുള്ളത്. അങ്ങനെ 8 എന്നാണ് പറഞ്ഞത്. ഈ ക്ഷേത്രത്തിൽ ദേവന് പുഷ്പാഞ്ജലി നടത്തുവാനുള്ള പൂർണ്ണാധികാരം ഈ പുഷ്പാഞ്ജലി സ്വാമികൾക്കാണ്. ഈ പുഷ്പാഞ്ജലി സ്വാമികളാണ് ഈ 8 യോഗത്തിൻ്റെ അധ്യക്ഷൻ. തിരുവിതാംകൂർ രാജാവാണ് ഈ അര എന്നാണ് പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം ഇതാണ്: 8 അരജ യോഗമാണ് 8 യോഗം ആയി മാറിയതെന്ന്. 8 അരജ യോഗം. അപ്പോൾ 8 ബ്രാഹ്മണരും അരജനും ചേർന്ന 8 യോഗം. തിരുവനന്തപുരം എന്ന പേര് രൂപം കൊണ്ടത് അനന്തശായിയായ പത്മനാഭനിൽ നിന്നാണ് എന്നാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം ഉണ്ടായത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ആനന്ദൻ ആരാണ്? കൊടുങ്ങല്ലൂർ കേന്ദ്രമായി നിലനിന്നിരുന്ന ചേര സാമ്രാജ്യം, രണ്ടാം ചേര സാമ്രാജ്യം 1102-നും 1122-നും ഇടയിൽ തകരുകയും ചേര-ചോള യുദ്ധത്തെ തുടർന്ന് തകരുകയും അതിൻ്റെ സാമന്ത രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സാമന്ത രാജ്യമായിരുന്നു കൊല്ലം കേന്ദ്രമായ വേണാട്. ഈ വേണാട് പിന്നീട് 3-4 താവഴികളായി പിരിയുന്നുണ്ട്. തൃപ്പാപ്പൂരെന്നും പിന്നെ ദേശിങ്ങനാടെന്ന കൊല്ലമെന്നും കൊട്ടാരക്കര ഇളയിടമെന്നും നെടുമങ്ങാട് പേരകമെന്നും ഒക്കെ തിരിയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. ഈ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്നതിനിടയിൽ ബ്രാഹ്മണാധിപത്യത്തിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ചില രാജ്യങ്ങൾ ഉയർന്നു വന്നു. അതിന് ക്ഷേത്ര രാജ്യങ്ങളെന്നും ടെമ്പിൾ സ്റ്റേറ്റുകളെന്നും ചരിത്രകാരന്മാർ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ പാരമ്പര്യ രീതി അനുസരിച്ച് അതിൻ്റെ വെളിപ്പേര് സങ്കേതം എന്നാണ്. അത്തരത്തിൽ നിരവധി ഈ സങ്കേതങ്ങൾ വന്നു. ആ സങ്കേതങ്ങളിൽ ഒന്നാണ് തിരുവല്ല. നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവല്ലം അല്ല, തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം, അതുപോലെ തൃശ്ശൂർ പൂരം നടക്കുന്ന മഹാദേവ ക്ഷേത്രം തുടങ്ങി നിരവധി ടെമ്പിൾ സ്റ്റേറ്റുകളായിരുന്നു. അതിൽ ഒന്നാണ് തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇതിൻ്റെയൊക്കെ ഭരണാധികാരികൾ പ്രാകൃത ജനാധിപത്യത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ചില സമിതികളാണ്. ഇവരെ പാരമ്പര്യ ട്രസ്റ്റുകൾ എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ തിരുവല്ലയിലേത് പത്തില്ലത്ത് പോറ്റിമാരാണ് അതിൻ്റെ അധികാരം കൈയാളിയിരുന്നത്. ഏറ്റുമാനൂരേത് 8 നമ്പൂതിരിമാരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരേത് യോഗാതിരിമാരായിരുന്നു, യോഗാതിരിമാരുടെ സഭയായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ ഇടത്തും ഓരോ സഭകൾ, ബ്രാഹ്മണ സഭകൾ, പാരമ്പര്യ ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു ഇത്തരം സങ്കേതങ്ങൾ നിലനിന്നിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് പാരമ്പര്യ ട്രസ്റ്റുകളാണ് 8 യോഗക്കാർ. ഈ 8 യോഗക്കാരെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കഥകൾ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരായിട്ടൊക്കെ അവർ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള നിരവധി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ വിശദവിവരത്തിലേക്കല്ല പോകുന്നത്. ആരാണ് ഈ 8 യോഗക്കാർ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ 8 യോഗം എന്നത് 8 നമ്പൂതിരിമാരും അല്ലെങ്കിൽ 8 ബ്രാഹ്മണരും അര എന്ന് പറയുന്നത് രാജാവിനും എന്നാണ് പറയുന്നത്. മറ്റൊരു ഭാഷ്യമുള്ളത് 8 നമ്പൂതിരിമാരും അല്ലെങ്കിൽ 8 ബ്രാഹ്മണരും ഒരു നായരുമാണ് അതിനകത്തുള്ളത്. നായരുടെ അവകാശം പകുതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അര ആയിട്ടാണ് കൂട്ടുള്ളത്. അങ്ങനെ 8 ബ്രാഹ്മണരും അവർ അരയും, അങ്ങനെ 8 എന്നാണ് പറഞ്ഞ് വരുന്നത്. നമുക്കതിൻ്റെ വിശദവിവരത്തിലേക്കും അതിനകത്തുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അതിലെ ചില തെറ്റായ വിവരങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ 8 യോഗക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലെ പ്രധാന 8 യോഗത്തിലെയും ക്ഷേത്രത്തിലെയും പ്രധാന പൂജാരിയുടെ പേര് പുഷ്പാഞ്ജലി സ്വാമികൾ എന്നാണ് സ്ഥാനപ്പേര്. പുഷ്പാഞ്ജലി സ്വാമികൾ. ഈ പുഷ്പാഞ്ജലി സ്വാമികൾ എന്ന് പറയുന്നത് മലയാള ബ്രാഹ്മണനാണ്, നമ്പൂതിരിയായിരിക്കും. അദ്ദേഹം വരുന്നത് 6 മാസം വീതം വീതിച്ചാണ് കൊടുക്കുക. അതിൽ ആദ്യത്തെ 6 മാസം തൃശ്ശൂരിലെ നടുവൽ മഠത്തിൽ നിന്ന് വരുന്ന ഒരു നമ്പൂതിരിയായിരിക്കും.
തൃശ്ശൂരിലെ നടുവിൽ മഠം. അവിടെ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട 4 മഠങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തെക്കേമഠം, വടക്കേമഠം എന്നൊക്കെ പറഞ്ഞ് വരുന്ന മഠത്തിൽ നടുവിൽ മഠത്തിൽ നിന്നാണ് ഒരു നമ്പൂതിരി ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിയാരായി വരുന്നത്. ഇദ്ദേഹം പുറപ്പെടാശാന്തി എന്നുള്ള പേരിലാണ്. അദ്ദേഹം പുറത്ത് പോകാറില്ല. ഇവിടെ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏതാണ്ട് 150 മീറ്റർ പടിഞ്ഞാറ് മാറി മിത്രാനന്തപുരം ക്ഷേത്രത്തിലാണ് അദ്ദേഹം താമസിക്കാറുള്ളത്. മിത്രാനന്ദം കുളത്തിൽ നിന്നായി, അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്നായിരിക്കും കുളിക്കുക. അവിടുന്ന് ഓലക്കൂട ചൂടി വേണം അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. ഈ ക്ഷേത്രത്തിൽ ദേവന് പുഷ്പാഞ്ജലി നടത്തുവാനുള്ള പൂർണ്ണാധികാരം ഈ പുഷ്പാഞ്ജലി സ്വാമികൾക്കാണ്. ഈ പുഷ്പാഞ്ജലി സ്വാമികളാണ് ഈ 8 യോഗത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ 6 മാസം നടുവിൽ മഠത്തിലെ ആളാണ് പുഷ്പാഞ്ജലി സ്വാമിയാരെങ്കിൽ അടുത്ത 6 മാസം പുഷ്പാഞ്ജലി സ്വാമിയാകേണ്ടത് ഇന്ന് തമിഴ്നാട്ടിൽപ്പെടുന്ന മുഞ്ചിറ മഠത്തിലെ സ്വാമിയാരാണ്. അങ്ങനെ 6 മാസം കഴിഞ്ഞ് മുഞ്ചിറ മഠത്തിൽ നിന്ന് സ്വാമിയാർ ഇവിടെ വന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ താമസിക്കുകയും ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിയായി ചാർജ് എടുക്കുകയും ചെയ്തു. വീണ്ടും 6 മാസം കഴിയുമ്പോൾ വീണ്ടും നടുവിൽ മഠത്തിൽ നിന്ന് വരും. 6 മാസം കഴിഞ്ഞ് വീണ്ടും മുഞ്ചിറ മഠത്തിൽ, അങ്ങനെ മാറിയാണ് ഇവർ ഇവിടുത്തെ പുഷ്പാഞ്ജലി സ്വാമിയാർ പദവി അലങ്കരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ പുഷ്പാഞ്ജലി സ്വാമിയാരാണ്. രണ്ടാമത്തത് കൂവക്കര പോറ്റിയാണ്. മൂന്നാമത്തത് വഞ്ചിയൂർ അത്തിയറ പോറ്റിയാണ്. നാലാമത്തേത് കൊല്ലൂർ അത്തിയറ പോറ്റിയാണ്. അടുത്തത് മുട്ടവിള പോറ്റി, കരുവ പോറ്റി, നെയ്തശ്ശേരി പോറ്റി, ശ്രീകാര്യത്ത് പോറ്റി, അങ്ങനെ 8 പേരാണ്. അത് പുഷ്പാഞ്ജലി സ്വാമിയാർ, കൂവക്കര പോറ്റി, വഞ്ചിയൂർ അത്തിയറ പോറ്റി, കൊല്ലൂർ അത്തിയറ പോറ്റി, മുട്ടവിള പോറ്റി, കരുവ പോറ്റി, നെയ്തശ്ശേരി പോറ്റി, ശ്രീകാര്യത്ത് പോറ്റി, ഇങ്ങനെ 8 പേർ. ഇനിയുള്ളത് അരയെക്കുറിച്ചാണ് തർക്കം. 8 കഴിഞ്ഞ് പിന്നെ ഒരു അര വരുന്നുണ്ട്, 8 അര. 8 അരയിൽ അര വരുന്ന ആരാണ്? 3 അഭിപ്രായങ്ങളാണ് അതിനെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന കാരനാട്ടുകുറുപ്പ്. ചെല്ലു പറയുന്നു അങ്ങനെയല്ല, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, പുറക്കാര്യങ്ങൾ നോക്കുന്ന അരകത്ത് കുറുപ്പ്. മൂന്നാമത്തെ അഭിപ്രായം ഇതൊന്നുമല്ല, രാജാവാണ്. തിരുവിതാംകൂർ രാജാവാണ് ഈ അര എന്നാണ് പറയുന്നത്. അതിനവർ പറയുന്ന ന്യായം ഇതാണ്: 8 അരജ യോഗമാണ് 8 അര യോഗം ആയി മാറിയതെന്ന്. 8 അരജ യോഗം. അപ്പോൾ 8ഉം ബ്രാഹ്മണരും അരജനും ചേർന്ന 8 അര യോഗം. രണ്ടാമത് പറയുന്നത് അങ്ങനെയല്ല, 8 വോട്ട് അല്ലെങ്കിൽ 8 അവകാശങ്ങൾ ബ്രാഹ്മണർക്കും അര അവകാശം ഉള്ളതുകൊണ്ട്, പിന്നെ രാജാവിന് അര അവകാശം ഉള്ളതുകൊണ്ട് അതിന് 8 അര യോഗം എന്ന് പറയുന്നു എന്നാണ്. മൂന്നാമത്തതാണ് 8 ആര്യയോഗക്കാരാണ് എന്ന് മറ്റൊരഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത് എന്നാണ് ഇനി നമ്മൾ ഇതിലേതാണ് ശരി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 രേഖകളാണ്. ഒന്ന് കിളിമാനൂർ പട്ടയവും രണ്ടാമത്തെ തിരുവല്ല പട്ടയവും. ഇതൊക്കെ 11, 12, 13 നൂറ്റാണ്ടുകളിലായി എഴുതിയ പട്ടയങ്ങളാണ്. അതിൽ ഈ കിളിമാനൂർ പട്ടയത്തിനകത്ത് ഒരു നിരവധി വസ്തുക്കൾ ഒരു ക്ഷേത്രത്തിന് ചാർത്തി കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിനകത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികാരികളായി പറയുന്നത് തിരുവാനന്തപുരം സഭക്കാരെന്നാണ്. 8 അര യോഗമെന്നല്ല, തിരുവാനന്തപുരം സഭ. തിരുവനന്തപുരമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, തിരുവാനന്തപുരം സഭ എന്നാണ്. ഇത് ഈ തിരുവല്ല പട്ടയത്തിലും പറയുന്ന തിരുവാനന്തപുരം സഭ എന്നാണ്. ഈ തിരുവാനന്തപുരം, അനന്തനും ആനന്ദനും തമ്മിലൊരു ദീർഘത്തിൻ്റെ വ്യത്യാസമുള്ളൂ എങ്കിലും അർത്ഥത്തിൽ വളരെയധികം വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അതിനു മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം എന്ന പേര് രൂപം കൊണ്ടത് അനന്തശായിയായ പത്മനാഭനിൽ നിന്നാണ് എന്നാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം ഉണ്ടായത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ആനന്ദൻ ആരാണ്? ഈ ആനന്ദൻ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആനന്ദൻ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധ സന്യാസിമാർക്ക് ആനന്ദൻ എന്ന് പറയാറുണ്ട്, ജൈന സന്യാസിക്ക് ആനന്ദൻ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ശിവനും ആനന്ദൻ എന്ന് പറയാറുണ്ട്. ഇത് 3ഉം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചേരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒന്ന്, അതായത് ഒരു പെരുമാട്ടുകാളിയുമായി ബന്ധപ്പെട്ടൊരു കഥ നിലവിലുണ്ട്. അതൊരു പക്ഷേ കഥയായിരിക്കാം, അത് ബുദ്ധനുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട്, അതൊരു കഥയായിരിക്കാം, നമുക്കത് മാറ്റിവെക്കാം. രണ്ടാമത്, ആനന്ദന്മാർ എന്ന് പറയുന്നത് പൊതുവെ ജൈന സന്യാസിമാരെയാണ്.
ഈ ജൈന സന്യാസിമാരുടെ ആരാധനാപാത്രങ്ങൾ എന്ന് പറയുന്നത് 24 പുണ്യപുരുഷന്മാരാണ്. ഇവരെ തീർത്ഥങ്കരന്മാർ എന്നാണ് പറയുക. 24 തീർത്ഥങ്കരന്മാർക്കും 24 ചിഹ്നങ്ങളും 24 യക്ഷികളെയും സംരക്ഷയായി ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭനാഥനും അവസാനത്തേത് വർദ്ധമാന മഹാവീരനുമാണ്. 24ാമത്തെ ആൾ വർദ്ധമാന മഹാവീരനുമാണ്. ഋഷഭദേവൻ്റേത് ചിഹ്നം എന്ന് പറയുന്ന കാളയാണ്. അദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന് പറയുന്നത് ചക്രേശ്വരിയാണ്. അതുപോലെ തന്നെ അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് സിംഹവും അദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന് പറയുന്നത് പത്നി ദേവിയുമാണ്. 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ചിഹ്നം 5 തലയുള്ള സർപ്പമാണ്. അദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന് പറയുന്നത് അംബികയാണ്. അപ്പോൾ ഈ 5 തലയുള്ള അതേ സർപ്പമാണ് ത്തിൻ്റെ തലത്തിലാണ് നമ്മുടെ ശ്രീപത്മനാഭൻ ശയിക്കുന്നത്. തീർന്നില്ല. അനന്തൻകാട് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്ത് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. 5 തലയുള്ള സർപ്പമാണ് അവിടുത്തെ പൂജ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ജൈന ബന്ധം നമുക്കിതിൽ ആരോപിക്കാം. അപ്പോൾ ആനന്ദൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ജൈനനായിരുന്നിരിക്കാം. അതൊരു സാധ്യത മാത്രമാണ്. 3ാമത്തെ സാധ്യത ഞാൻ പറഞ്ഞു, പുഷ്പാഞ്ജലി സ്വാമിയാരുടെ താമസം മിത്രാനന്തപുരത്താണ്. മിത്രാനന്തപുരത്ത് ആണ് ത്രിമൂർത്തികളെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്, പിന്നെയുള്ളത് വിഷ്ണുവാണ്, ബ്രഹ്മാവിനെയും പ്രതിഷ്ഠ. അത്യപൂർവമാണ് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ. ഇവിടെ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ത്രിമൂർത്തി പ്രതിഷ്ഠയുള്ള അതിപ്രാചീനമായ ഒരു പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കം നമുക്ക് തോന്നിക്കുന്ന അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മിത്രാനന്തപുരം. അതിൽ കിടപ്പുണ്ടൊരാനന്ദൻ. അങ്ങനെയെങ്കിൽ മിത്രാനന്ദനിൽ നിന്നല്ലേ തിരുവാനന്തപുരം രൂപം കൊണ്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ശ്രീ എന്നുള്ളതിന് പകരം, അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ആരംഭിക്കുന്ന ഏതിനും നമ്മൾ ഒന്നുകിൽ ശ്രീ ചേർത്ത് പറയും, അല്ലെങ്കിൽ തിരു ചേർത്ത് പറയും. അങ്ങനെയെങ്കിൽ തിരുവാനന്തപുരം രൂപം കൊണ്ടത് മിത്രാനന്തപുരത്തിൽ നിന്നാവണം. ആ മിത്രാനന്തപുരത്തിനേക്കാൾ വളരെ പ്രാധാന്യത്തോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രം ഉയർന്നു വരികയും ആ പത്മനാഭനിൽ ഈ ആരോപിച്ചുകൊണ്ട് തിരുവാനന്തപുരത്തിന് തിരുവനന്തപുരമാക്കി മാറ്റുകയും ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ വിഷയം അതല്ല. വീണ്ടും 8 യോഗത്തിലേക്ക് വരുന്നു. അപ്പോൾ 8 യോഗം, അപ്പോൾ 8 യോഗത്തിന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് തിരുവാനന്തപുരം സഭ എന്നാണ്. ഈ തിരുവാനന്തപുരം സഭ 16ാം നൂറ്റാണ്ട് വരെ എല്ലാ രേഖകളിലും തിരുവാനന്തപുരം സഭയാണ്. ഇത് പിന്നീട് എപ്പോഴോ ഇത് 8 യോഗമായി മാറി. അപ്പോൾ ഈ 8 യോഗത്തിൽ ഏതാണ്, അതായത് 8 അരചയോഗമാണോ ശരി, 8 അധികം അരയോഗമാണോ ശരി, അഥവാ 8 ആര്യയോഗമാണോ ശരി എന്ന് നമുക്കിനി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ കൊടുങ്ങല്ലൂർ കേന്ദ്രമായ 2ാം ചേര സാമ്രാജ്യം ചേര ചോള യുദ്ധത്തെ തുടർന്ന് തകർന്ന് പോവുകയും അങ്ങനെ കൊല്ലം സ്വതന്ത്രമായി കൊല്ലം കേന്ദ്രമായി വേണാട് സ്വതന്ത്രതയിലേക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേണാട്ടിലേക്ക് അവിടുത്തെ അവസാനത്തെ രാജാവ് എഴുന്നള്ളുകയും അദ്ദേഹം കൊല്ലത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലത്തിന് വേറൊരു പേര് കിട്ടി. കൊല്ലത്തിന് തെൻവഞ്ചി എന്നൊരു പേര് കൂടിയുണ്ട്. അത് രാമവർമ്മ കുലശേഖരനാണ് രാജാവിൻ്റെ പേര്. ഈ രാമവർമ്മ കുലശേഖരനെ സംബന്ധിച്ച ഒരു ശിലാലിഖിതം കൊല്ലത്തുള്ള രാമേശ്വരം ശിവക്ഷേത്രത്തിലുണ്ട്. കൊല്ലത്ത് ഒരു രാമേശ്വര ക്ഷേത്രമുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ മാത്രമല്ല, കൊല്ലത്തും രാമേശ്വരമുണ്ട്. ആ രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതം ഇതാണ്. ആര്യരോട് ചെയ്ത വിരോധത്തിന് രാമവർമ്മ കോയിലധികാരികളെ ശിക്ഷിക്കുന്നതാണ്. ആര്യരോട് ചെയ്ത വിരോധത്തിന്, ആര്യരോട് വന്ന വിരോധത്തിന്. അപ്പോൾ ക്ഷത്രിയനായ രാജാവ് ആരെയാണ് ദ്രോഹിച്ചത്, ആരെയാണ് വിരോധിച്ചത്? അത് ആര്യനെന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണ സമൂഹത്തിനോട് വിരോധം കാണിച്ചതിന്, ബ്രാഹ്മണ സമൂഹത്തിനോട് ദ്രോഹം കാണിച്ചതിന് ക്ഷത്രിയനായ രാമവർമ്മ കുലശേഖരനെ ശിക്ഷിക്കുന്നതാണ് 1102 രാമേശ്വരം രേഖ. ഇത് കാണിക്കുന്നത് ബ്രാഹ്മണർക്ക് ആര്യർ എന്ന് വിളിപ്പേരുണ്ടായിരുന്നു എന്നാണ്. ആര്യരോട് ചെയ്ത വിരോധമാണ്.
ബ്രാഹ്മണർക്ക് ചെയ്ത വിരോധമാണ്. അല്ലാതെ ഒരു ക്ഷത്രിയൻ വൈശ്യനോടോ ശൂദ്രനോടോ വിരോധപ്പെട്ടതുകൊണ്ട് ആരും അവരെ ശിക്ഷിക്കാറില്ല. പക്ഷേ ബ്രാഹ്മണനെ വിരോധിച്ചാൽ ഒരു ക്ഷത്രിയനെ പോലും ശിക്ഷിക്കാനുള്ള അവകാശം അന്നത്തെ ബ്രാഹ്മണനും ബ്രാഹ്മണ സഭയ്ക്കും ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര്യനെന്നുള്ള പട്ടപ്പേര് ആദ്യമായി സിദ്ധിക്കുന്നത് ഇവിടെ ബ്രാഹ്മണർക്കാണ്. അങ്ങനെയെങ്കിൽ 8 ആര്യയോഗമാണ് ശരി. ഈ 8 ആര്യയോഗത്തിൽ 8 ബ്രാഹ്മണരല്ലാതെ ഒരു ശൂദ്രനോ ഒരു ക്ഷത്രിയനോ നാടുവാഴിക്കോ മറ്റാർക്കും തന്നെ പങ്കില്ല എന്നും ഇത് ഈ 8 ആര്യയോഗക്കാരാണ് പിന്നീട് പറഞ്ഞ് 8.5 യോഗമായതെന്നും വളരെ വ്യക്തമാക്കുന്ന രേഖയാണ് 1102 കൊല്ലത്തെ രാമേശ്വരം രേഖ. ഈ 8.5 യോഗം, ഈ 8.5 യോഗത്തിനെ സംബന്ധിച്ച് രാജാവിനുള്ള അധികാരമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ശ്രീപത്മനാഭനെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ അകമ്പടിയായി വാളും പിടിച്ച് അകമ്പടി പോവുക എന്നുള്ളൊരു അധികാരമല്ലാതെ മറ്റൊരു അധികാരവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജാക്കന്മാർക്കില്ല. അവിടുത്തെ ഏത് രേഖകൾ നമ്മൾ പരിശോധിച്ചാലും ഇതൊരു സങ്കേതമായിരുന്നു എന്നും ഈ സങ്കേതത്തിലെ ഈ 8.5 യോഗക്കാർക്ക് 8 ആര്യയോഗക്കാർക്കായിരുന്നു ഇതിൻ്റെ പരമാധികാരമെന്നും വ്യക്തമാക്കുന്ന നിരവധി രേഖകൾ ഇന്നും മതിലകം റെക്കോർഡുകളിലുണ്ട്. ആ മതിലകം റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മളിവിടെ കാണുന്ന കൗതുകകരമായ മറ്റൊരു കാര്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിലെല്ലാം പൊന്നുപോലുള്ള പൊന്നു തമ്പുരാന്മാരുടെ സംരക്ഷണയിലാണ് ആ സ്വത്ത് അവിടെ നിലനിന്നത് എന്ന് പറയുമ്പോൾ തന്നെ ക്ഷേത്ര ഭരണാധികാരികളായിരുന്ന 8.5 യോഗക്കാരെ ആരും ഓർക്കാറ് പോലുമില്ല, ആരും പറഞ്ഞു കേട്ടതുമില്ല. പക്ഷേ ആ സ്വത്ത് അതിനകത്ത് സംരക്ഷിക്കപ്പെട്ടുവെങ്കിൽ രാജാവ് സംരക്ഷണം കൊടുത്തിരിക്കാം. പക്ഷേ 8.5 യോഗക്കാർക്കായിരുന്നു ആ നിലവറയിലെ സംരക്ഷണം അവർക്ക് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്ഷത്രിയ രാജാക്കന്മാരോടൊപ്പം തന്നെ ബ്രാഹ്മണരും രാജാക്കന്മാരല്ലാതെ ക്ഷേത്രസഭകളിലൂടെ ഭൂമിയും ആ ഭൂമിയിലെ പാട്ടക്കാരെയും ക്ഷേത്രത്തെയും ക്ഷേത്രദേവനെയും ഭരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ തെളിവുകളാണ് 8.5 യോഗം. ഇന്ന് ക്ഷാത്രഭരണം വന്നു, അതിനുശേഷം രാജകീയ ഭരണമൊക്കെ പോയതിനു ശേഷം ജനാധിപത്യം വന്നതോടുകൂടി 8.5 യോഗക്കാരെല്ലാം ഈ അവരുടെ അപ്രമാദിത്വം അവരുടെ അധികാരങ്ങളുമൊക്കെ പോയി. എങ്കിലും ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണത്തിൻ്റെ അപ്രമാദിത്വം വായിച്ചെടുക്കാൻ പറ്റുന്ന 3-4 സഭകളുണ്ട്. അതിലൊന്നാണ് തിരുവല്ലായിലെ 10 പോറ്റുമാർ, ഏറ്റുമാനിലെ 8 നമ്മുടെ തൃശ്ശൂരെ യോഗാതിരിമാർ. അതുപോലെയാണ് തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 8.5 യോഗക്കാർ. നന്ദി, നമസ്കാരം.